ഒരു മിനിറ്റ്. പാലക്കാട് ബിജെപിയുടെ ലീഡ് 1016. എവിടെയാണ്? പാലക്കാട് ബിജെപിയുടെ ലീഡ് 1016. സി കൃഷ്ണകുമാർ 1016 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒന്നാമത്തെ റൗണ്ട് പൂർത്തിയായി രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് 1016 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടിൽ കൃഷ്ണകുമാർ വിയർക്കുന്നു എന്ന് DMK എത്ര വോട്ട് കിട്ടി കാണും? DMK നോക്കണം, നോക്കണം. ആ കണക്കുകൾ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ചേലക്കരയിൽ ഇനി നോക്കണ്ട, ഇനി UR പ്രദീപിന്റെ തേരോട്ടമായിരിക്കും. പക്ഷെ പാലക്കാടാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BJP രണ്ടാമത്തെ റൗണ്ടിൽ വിയർക്കുന്നുണ്ടോ? സി കൃഷ്ണകുമാർ 1016 ലീഡ് താഴ്ന്നിരിക്കുന്നു. 1116 നിന്ന് 1016 രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോഴേക്കും 1016 താഴുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണോ കടന്നു വരുന്നത്? സലിനാണോ? UDF വോട്ടുകളിലേക്ക് എത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ. നോക്കാം. ഒന്നാമത്തെ റൗണ്ട് പിന്നിടുമ്പോൾ 1116 ആയിരുന്നത് ഇപ്പോൾ 1016 BJPയുടെ ലീഡ് താഴ്ന്നിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് BJPക്ക് ആശങ്ക പകരുന്നതാണ്. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 3000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 2 റൗണ്ടുകളിൽ BJP രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ 1016 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ 1800-ഉം അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റൗണ്ട് ലീഡ് ചെയ്യേണ്ടത് BJP എനിക്ക് തോന്നുന്നത് ഏകദേശം 1600 വോട്ടുകൾ അല്ലേ? രണ്ടാമത്തെ റൗണ്ടിൽ ഈ ശ്രീധരന് 3096 ലീഡ്. 3096 ലീഡല്ല വോട്ട്. ഓക്കെ, അപ്പോൾ ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് BJP രണ്ടാമത്തെ റൗണ്ടിൽ എത്തുമ്പോഴേക്കും ഒരു നേരിയ കിതപ്പിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇത്തവണ മത്സരം നല്ല ടൈറ്റ് ആണ്. അതിന്റെ 3 മുന്നണികളും വോട്ട് പിടിക്കുന്നുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത റൗണ്ട് എത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ 1016 വോട്ടുകൾക്ക് BJPയുടെ സി കൃഷ്ണകുമാർ തൊട്ടടുത്ത UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ലീഡ് ചെയ്യുന്നു.